വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് ചേരുന്നു. ബിനോയ്, തിരുവനന്തപുരത്ത് മഴ ശക്തമാണോ? മറ്റ് ജില്ലകളിലെ സ്ഥിതി കൂടി? ലിബിഷ, തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുക്കോല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നിലവിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതേസമയം കടൽ വളരെ ശക്തമായ തിരമാലകളും ഒപ്പം തന്നെ കാറ്റും കടലിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് കർശനമായ നിയന്ത്രണവും നിരോധനവുമുണ്ട്. തെക്കൻ ജില്ലകളിലാണ് ഇത്രയും രൂക്ഷമായ മഴ ഈ കഴിഞ്ഞ 2 ദിവസമായി അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ റെഡ് അലേർട്ടുണ്ട്. മാത്രവുമല്ല, ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം മണ്ണിടിച്ചിലിൻ്റെ കാര്യത്തിലാണ്. കേരളത്തിൽ മലയോര മേഖലകളിൽ ഈ മഴ നിന്ന് പെയ്യുന്ന മഴ എന്ന് പറയാം. അത്തരത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരു മണ്ണിടിച്ചിലിൻ്റെ സാധ്യതകളുള്ളതിനാൽ രാത്രികാല യാത്രയ്ക്ക് വലിയ തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിലാണ് ഗവി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ ശബരിമല തീർത്ഥാടകർക്ക് പോകുന്നതിന് വിലക്കുണ്ടായിരുന്നു. കാരണം ഏത് നിമിഷവും മണ്ണിടിയാനും ഒപ്പം മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ മഴ 2 ദിവസം കൂടി തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. ബുധനാഴ്ചയോടുകൂടി തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഴ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ കാറ്റോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. 31-നാണ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നു. ഒരു പക്ഷേ ഒരാഴ്ച നേരത്തെ തന്നെ മൺസൂൺ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ മുകളിലേക്ക് മഴമേഘങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ വലിയ തരത്തിലുള്ള മഴ ലഭിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ മൺസൂൺ കാലത്തും വേനൽക്കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ 36% മഴ ഇത്തവണ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അതിവർഷ സാധ്യതയും ഈ പ്രാവശ്യം കാണുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ശക്തമായ മഴയുടെ സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ ആണ് ഇപ്പോൾ ശക്തമായ മഴ തുടരുന്നത്. താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും മലയോര മേഖലയായ റാന്നി, കോന്നി താലൂക്കുകളിലൊക്കെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം തന്നെ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ചും നദീതീരങ്ങളിൽ ഏത് നിമിഷവും വെള്ളം ഉയരാനുള്ള സാധ്യതയോട് കണക്കിലെടുത്തുകൊണ്ട് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നലെ തന്നെ കണ്ടെത്തി അവയെല്ലാം തന്നെ ഏത് നിമിഷവും പ്രവർത്തിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം അവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതലയും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ വെള്ളം ഉയരുന്നതിനേക്കാൾ മുമ്പേ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീഷണി ഉയർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം പത്തനംതിട്ടയിലും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇന്നലെ ആലപ്പുഴയിൽ കാര്യമായ രീതിയിൽ മഴയില്ലായിരുന്നെങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ ആലപ്പുഴയിലും മഴയുണ്ട്. കാരണം നദികൾ, പ്രത്യേകിച്ചും പമ്പയിലെയും അച്ചൻകോവിലാറ്റിലെയും ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ല എങ്കിൽ പോലും അച്ചൻകോവിലാറ്റിൽ നേരിയ തോതിലുള്ള വെള്ളം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അപകടപരമായ നിലയിലേക്ക് വെള്ളം ഉയർന്നിട്ടില്ല. പമ്പയിലും അങ്ങനെ തന്നെയാണ്. അതേസമയം പമ്പയുടെ തീരങ്ങളിലുള്ള ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നില്ല. ശബരിമല കാടുകളിൽ ശക്തമായ മഴയുണ്ടെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ലിബീഷ്. ശരി വിനോയ്, സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത്.